കോഴിക്കോട് തൊണ്ടയിൽ അടപ്പ് കുടുങ്ങി 8 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. സമപുരത്ത് ബലൂൺ തൊണ്ടയിൽ കുരുങ്ങി 9 വയസ്സുകാരൻ മരിച്ചു. താനാളൂരിൽ കപ്പ് കേക്ക് തൊണ്ടയിൽ കുടുങ്ങി വീട്ടമ്മ മരിച്ചു. അപ്പോൾ ഇതേപോലെയുള്ള ന്യൂസുകൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്, എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ, ഇത് എങ്ങനെ നമുക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യാം, പിന്നെ ഇതിങ്ങനൊരു സംഭവം ഉണ്ടായാൽ നമുക്ക് എന്താണ് എമർജൻസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നത്, ഇതെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ചെയ്യും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയും ശ്വാസം എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഭക്ഷണവും ശ്വാസവും എല്ലാം ആദ്യം കോമൺ ആയിട്ട് ഫാരിങ്സ് എന്ന് പറയുന്ന ഒരു പാസേജിലൂടെയാണ് ഈ പറഞ്ഞ് തൊണ്ടയിലോട്ട് എത്തുന്നത്. അപ്പോൾ തൊണ്ടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് ഫുഡ് പൈപ്പ് എന്ന് പറഞ്ഞ ഈസോഫാഗസ് എന്ന് പറയുന്ന ഫുഡ് പൈപ്പ് വഴി കാറ്റ് ട്രക്കിയ എന്ന് പറയുന്ന വിൻ പൈപ്പ് വഴി താഴോട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫുഡ് പാർട്ടിക്കിൾസ് ഈ വിൻ പൈപ്പ്, അതായത് ഈ ട്രക്കിയ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ മുകളിലോട്ട് വരുമ്പോഴാണ് ഈ പറഞ്ഞ് ചോക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ഇങ്ങനെയൊരു സംഭവം ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് ആക്ച്വലി 3 ലെവൽസ് ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് ആദ്യം തന്നെ നമ്മൾ വോക്കൽ കോഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചറുണ്ട്, പിന്നെ ഫോൾസ് കോഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചറുണ്ട്, പിന്നെ അതിൻ്റെ മീതെ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുണ്ട്. ഈ 3 സ്ട്രക്ചേഴ്സും ക്ലോസ് ആയിട്ടാണ് ഇരിക്കുക. അങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഫുഡ് ഒരിക്കലും തന്നെ വിൻ പൈപ്പിലേക്ക് ഇറങ്ങിപ്പോവില്ല. അപ്പോൾ ഈ ഒരു മെക്കാനിസം, ഈ ഒരു 3 ടയർ പ്രൊട്ടക്ഷൻ മെക്കാനിസം ഏതെങ്കിലും രീതിയിൽ ഡിസ്ഫങ്ഷൻഡ് ആയാൽ, അതായത് അത് വർക്ക് ചെയ്യേണ്ട രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫുഡ് വിൻ പൈപ്പിലേക്ക് ഇറങ്ങാനും നമുക്ക് ഈ ചോക്കിംഗ് സെൻസേഷൻ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത്, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിരിക്കുക, സംസാരിക്കുക, അങ്ങനെ ചെയ്യുന്നവർക്ക്, പിന്നെ വളരെ ഫാസ്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നവർ, അല്ലെങ്കിൽ വലിയ ഉരുള ഒന്നിച്ച് വായിൽ വെച്ച് അധികം ചവയ്ക്കാതെ പെട്ടെന്ന് വിഴുങ്ങുന്നവർക്കും ഈ പറഞ്ഞ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ, അതായത് നമ്മൾ മദ്യപിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച് നമ്മളെ ഒരു സെമി സെഡേറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഇതേപോലെ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നത്തെ ഒരു സ്പെഷ്യൽ കാറ്റഗറി വരുന്നത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ന്യൂ ബോൺ കുട്ടികളിൽ നമ്മൾ കിടത്തിക്കൊണ്ട് പാല് കൊടുക്കുമ്പോൾ ഇതേപോലെ ആ ഒരു ഡയറക്ഷൻ മാറി വിൻ പൈപ്പിലേക്ക് പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്.